Good morning guys, come back to a new video. ഇന്ന് നമ്മുടെ വർക്കല ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. നമ്മളിപ്പോൾ കടൽ കാണാൻ പോകും, അതിന് വേറെ റിസോർട്ടിലോട്ട് പോകും. അതൊക്കെയാണ് ഇന്ന്. ഗൈസ് അവിടെ കല്യാണത്തിന് നിൽക്കാവ് റിസപ്ഷനൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകാനുള്ളത്. നമ്മൾ പിന്നെ വേറൊരു റിസോർട്ടാണ്, ഫാൻസും ആനേട്ടൻ വേറെ റിസോർട്ട് ആണ് ഉള്ളത്. 20 കിലോമീറ്റർ പുറത്താണ് ആ റിസോർട്ടിൽ. ഒരു മീറ്റ് ചെയ്യുമോ? മീറ്റ് ചെയ്യൂല. ഓക്കെ, നമുക്ക് ബീച്ചിൽ ഭാഗ്യം കാണാനേ. ഓക്കെ, സോ നമ്മളിനി പോകുന്നത് വർക്കല ബീച്ചിലോട്ടാണ്. നമുക്ക് ഇറങ്ങാൻ കഴിയില്ല അതില്. പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മള് ഇനി ഫുഡ് എന്തിനു കാണാം. ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഒരു ആശുപത്രിയിലോട്ടാണ്. നല്ല ഫുഡ് കേട്ടോ. സാമ്പാറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉണ്ട്. അത് നമുക്ക് കല്യാണത്തിന് 2 മണിക്കൂറുണ്ട്. നമുക്ക് കല്യാണത്തിന് നിൽക്കാം, അവിടെ കെട്ടിയാണ്. ഫുഡ് കഴിക്കുന്നതിന് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ ഫുഡ്. ഇവിടെ വടയും പൊളി. പക്ഷെ ഞാൻ പറയാൻ കഴിച്ചില്ല കേട്ടോ, വളരെ ഇഷ്ടമല്ല. പോയി കൈ കഴുകി വാ. പിന്നെ കാട്ടില് നീക്കല്ലേ അപ്പോ നീ പോക്ക്. ബാക്ക് സൈഡാണ്. ഇത് ബാക്ക് സൈഡ് ആട്ടോ. ഇതാണ് ബാക്ക്, അത് ഫ്രണ്ടാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ നിക്കാഹിനെത്തി. നിക്കാഹ് നമ്മുടെ കാപ്പിൽ ബീച്ചിനടുത്തുള്ളൊരു അടുത്താണ് സ്റ്റേജ്. അപ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ സമയം 2:07 നമ്മുടെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ വെറുതെ ഓഷ്യൻ ബ്രീസിൻ്റെ വീഡിയോയും കൂടി എടുത്തേക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ രാവിലത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നേരിട്ട്, പക്ഷേ കാണിച്ച് നമുക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ റിസോർട്ട് എത്തിയിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്, സൺ വ്യൂ ബീച്ച് റിസോർട്ട്. ഗൈസ്, നമുക്ക് വരാം. ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് പോവാം. യെസ്, നമ്മളങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. എന്താ മണ്ണിലേ, ഞാനെന്താ മണ്ണിൽ. സോ കണ്ടോ ഗൈസ്, അവിടെ ഗൈസ് അവിടെ തിമിംഗലമൊക്കെ നമുക്ക് കാണാൻ കഴിയും. തിമിംഗലം പോലെയാണ് ഗൈസ് ഉള്ളത്.
ഇവിടെ ഇതെന്താ സാധനം നിങ്ങളൊന്ന് ഗസ് ചെയ്തേക്കുക. ഗസ് ചെയ്യാം. എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ എവിടെ ഇരിക്കുന്നത്. ഞാൻ ഒരു സ്റ്റേജ് പോവാം. നോക്കുമ്പോൾ അകത്തേക്ക് പോവാം. ഈ റൂം എന്ന് പറയുന്നത് പണ്ടൊരു തറവാടൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു സ്റ്റേജ് റൂമാണ്. ഇവിടെ നല്ലൊരു നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്കൊരു TV കാണാൻ പറ്റും. അവിടെ ബിനു ഇവിടെ നിന്ന് TV ന്യൂസ് കാണുന്നത്. ഇവിടെ സർപ്രൈസ് ഉണ്ട്. ഈ TV വന്ന് എന്താ കാണാൻ കാണുന്നത്. അടിപൊളി വിചാരിക്കാത്ത രീതിയിൽ. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാത്രി സമയത്തൊന്നും ഇതുവഴി പോവല്ലേ. തല ഇടിച്ച് തല പൊട്ടി പിന്നെ ആശുപത്രി കിടക്കും. രാത്രിയൊക്കെ മൂത്രമൊഴിക്കാൻ മുട്ടിയാലേ ഇടയിൽ വേഗം പോയിക്കുന്നത് ചാടിക്കടന്ന് പോവാണ്. ഇതാണ് ഒരു പഴയ എന്താ പറയാ ഒരു തറവാടത്തെ ഒരു വീടിന് ഒരു ബാത്റൂം പോലെ തന്നെ ഉണ്ട് ഏകദേശം. ഞാൻ ഇതവിടെ ഡ്രസ്സ് മാറ്റുന്നു. പക്ഷെ ശരിക്കും കാണാം. ഇതായി ഇത്ര ഉള്ളു റൂം. സോ നമുക്കിനി ഗൈസ് അപ്പോ നമുക്കിനി എന്താ ചെയ്യാം. പൂളിലോട്ട് പോവാണ്. ഇവിടെ പൂളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പൂളിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ ഈ റിസോർട്ടിന്റെ പേര് ഓർത്ത് വെച്ചോളൂ. സൺ വ്യൂ ബീച്ച് റിസോർട്ട് ഗൈസ്. നമുക്കപ്പോ അങ്ങോട്ടേക്ക് പോകാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റൂമും പിന്നെ പൂളിനടുത്തുള്ള വ്യൂ ഒക്കെയാണ്. നമ്മുടെ റൂമും ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ പൂളിലെത്തി ഗൈസ്. അതുകൊണ്ട് അവിടെ നമ്മുടെ ഞാനും വിനുവും നീന്തി കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഗൈസ് ഇവിടുത്തെ കണ്ടോ നിങ്ങൾ പണി. ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഇല്ലെന്ന് പറഞ്ഞൊരു കോട്ടേജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇറങ്ങി പോകുന്നുണ്ട് ഇങ്ങനെ. ഗൈസ് ഇവിടെ നമ്മുടെ എന്താ പറയുക ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ടുള്ളൊരു പൂളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ബിനു അവിടെ കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു ഫീലായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ ആളിതാ എപ്പോഴും ഇങ്ങനെ കുറേ കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉണ്ടോ. അതിനടുത്ത് തന്നെ നമുക്ക് കടൽ കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൈസ് വർക്കല ക്ലിഫിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇതാണ് ഗൈസ് ഇവിടുത്തെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഞാനാടോ
കേറി വന്നോട്ടാ. Are you ready for this? താഴെ വെച്ചില്ലല്ലോ. വീഡിയോ പോസ്റ്റായി പറ. ഇംഗ്ലീഷൊക്കെ എക്സ്പോർട്ടായി. എനിക്കെല്ലാം അറിയാം. ഇന്നത്തെ ലിങ്ക് തരുമോ? തരുമോ? ഇനി ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. കല്യാണത്തിനടുത്തുള്ളൊരു ബീച്ചിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബീച്ച്, കാപ്പിൽ ബീച്ച്. ഓഷ്യൻ ബ്രിഡ്ജിനടുത്തുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബീച്ചിലുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഓഡിറ്റോറിയം. ബാക്കി കാണുന്നത് ഉണ്ടോ? ഓഡിറ്റോറിയത്തിനടുത്ത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മളൊരു ടൈം ലാപ്സ് ഒക്കെ എടുത്തു. ഗൈസ് കല്യാണത്തിന് അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും വിനുവും കൂടി ഇതൊക്കെ കളിച്ചു. പിന്നെ പക്ഷേ വിനു എറിയുന്നുണ്ട്, ആരൊക്കെയോ എറിയുന്നുണ്ട്. നമ്മുടെ വിനു എറിഞ്ഞിട്ടുണ്ട്. വിനു എറിഞ്ഞു, പക്ഷെ എങ്ങോട്ടോ എറിഞ്ഞു ഗൈസ്. അവിടെ കാണാം, ഞാൻ എറിയും. ഞാനും ഇതാണ്ടോ അവിടുന്ന് ബോൾ എടുക്കുന്നതൊക്കെ കാണാം നിങ്ങൾക്ക്. നമ്മുടെ വിനു എറിഞ്ഞിട്ടുണ്ട്, ഞാനും എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഒരു അടിപൊളി ഫീലായിരുന്നു. പിന്നെ നല്ല സമയം പോക്കും ഉണ്ടായിരുന്നു. വിനു വീണ്ടും എറിഞ്ഞ് കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഗൈസ് പിന്നെ ഞാൻ ഈ കളിയിൽ തോറ്റുപോയി. ഇവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം കാണാൻ കഴിയും. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കാണുക. ഫ്രണ്ട്സ്, അപ്പോൾ
ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഇടുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഫുൾ സ്ക്രീൻ കഴിക്കുന്നത്. അപ്പോൾ അതാ വണ്ടി കയറി നമ്മൾ ഫുഡ് കഴിച്ചു. ഓക്കെ, നമുക്ക് അപ്പോൾ ഇനി റിസോർട്ടിലെത്തി കാണാം. ഇതാണ് ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളെ റിസോർട്ടത്തെ അക്വേറിയം. നമുക്കിപ്പോൾ പോവാം ഗൈസ്, റൂമിൽ പോവാം ഗൈസ്. നാളെ ഗൈസ് നമ്മൾ പോകും എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നാളെ നേരെ അങ്ങ് പോകുന്നു. ഇല്ല, നമുക്ക് നാളെ ഒരു സംഭവം കാണാനുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ പോകും. ഈ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഡേ 3 വരും. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ട്രിപ്പ്. ചിലർക്ക് ഈ വീഡിയോ കിട്ടണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ട്രിപ്പ് വീഡിയോസ് കാണും. ആ ട്രിപ്പ് വീഡിയോസിൽ എടുത്താൽ ഞാൻ ആഡ് ചെയ്യും ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി റൂമിൽ പോയി ഈ വീഡിയോ അവസാനിച്ചേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്കിനി ഡേ 3 കാണാം. ഗുഡ് ബൈ.